കോഴിക്കോട് നഗരത്തിലെ 4 സുന്നി പള്ളികൾ എങ്ങനെ മുജാഹിദ് വിഭാഗത്തിൻ്റെ കയ്യിലെത്തി? പിടിച്ചെടുത്ത പള്ളികളിൽ കുതുബ നിർവഹിച്ചതിൻ്റെ വാർഷികം ആഘോഷിച്ചവരും അത് വാർത്തയാക്കുന്നവരും മുജാഹിദ് സ്ഥാപകൻ്റെ വാഴ്ത്തുപാട്ട് പാടുന്നവരും അറിയണം, ദീർഘകാലം സുന്നി വിശ്വാസ ആചാരപ്രകാരം നടന്നു വന്നിരുന്ന കോഴിക്കോട്ടങ്ങാടിയിലെ സുന്നിപ്പള്ളികളിൽ എങ്ങനെയാണ് മുജാഹിദുകൾ കയറിക്കൂടിയതെന്ന്. ഇത് റബീഉൽ അവൽ മാസമാണ്. മൗലൂദും പ്രവാചക ജന്മദിനം കൊണ്ടാടലും നിഷിദ്ധമാണെന്ന് പറയുന്നവർ ഇന്ന് കുതുബ ഓതിയതിൻ്റെ വാർഷികം കൊണ്ടാടുന്ന പള്ളികളിൽ പോലും ഒരു കാലത്ത് സമുചിതമായി നബിദിനം കൊണ്ടാടിയിരുന്നു എന്ന് ഓർക്കണം. കോഴിക്കോട്ടെ പ്രമുഖമായ 4 പള്ളികൾ: 1 പാളയത്തെ മാനാഞ്ചിറയിലെ പട്ടാള പള്ളി, 2 പാളയം മുഹിയുദ്ദീൻ പള്ളി, 3 വലിയങ്ങാടി ഖലീഫ മസ്ജിദ്, 4 ഇടിയങ്ങരയിലെ ഷാദുലി പള്ളി. ഈ 4 പള്ളികളും മുജാഹിദ് വിഭാഗങ്ങൾ കയ്യേറിയ സുന്നി പള്ളികളായിരുന്നു. വീണ്ടും ഒരു നബിദിന മാസം സമാഗതമാകുമ്പോൾ പഴയ ഓർമ്മകളുടെ ചരിത്രങ്ങളിൽ റബീഉൽ അവലിൻ്റെ തിളക്കവുമുണ്ട് ആ പള്ളികളിൽ. ഒരു കാലത്ത് റബീഉൽ അവലിൽ പ്രവാചക പ്രകീർത്തനവും മൗലിദ് സദസ്സുകളുമായി ഭക്തിസാന്ദ്രമായിരുന്നു. സുന്നികളിൽ നിന്ന് പിടിച്ചെടുത്ത പള്ളികളിൽ നിന്ന് ഇത്തരം അനാചാരങ്ങൾ നിർത്തലാക്കി എന്ന് മുജാഹിദ് വിഭാഗം സമ്മേളനത്തോട് അനുബന്ധിച്ച് പുറത്തിറക്കിയ സുവനീറുകളിൽ വ്യക്തമാക്കിയത്. 1967 ജൂലൈ 2 വൈകിട്ട് 7 പാളയം മുഹിയുദ്ദീൻ പള്ളി മഹല്ല് കമ്മിറ്റി കോഴിക്കോട് ടൗൺ ഹാളിൽ നബിദിന യോഗം നടത്തിയിരുന്നു. മുസ്ലിം ലീഗ് അധ്യക്ഷൻ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളുടെ അധ്യക്ഷതയിൽ ഉദ്ഘാടനം നിർവഹിച്ചത്. അന്ന് വൈകിട്ട് നബിദിനാഘോഷ പരിപാടികളും നടന്നു. വിവിധ നഗരങ്ങളിലെ പള്ളികൾ തിരുനബിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് അലങ്കരിക്കുകയും മൗലിദ് സദസ്സും ഭക്ഷണ വിതരണവും നടത്തുമ്പോഴും നഗരത്തിലെ പ്രധാന പള്ളികളിൽ പ്രവാചക പ്രകീർത്തനത്തിൻ്റെ മാറ്റൊലി ഇപ്പോൾ കേൾക്കാനില്ല. അലങ്കാരങ്ങളോ മൗലിദ് സദസ്സുകളോ ഇല്ല. ഒരു കാലത്തെ വിശ്വാസികളുടെ മനസ്സിൽ വിസ്മരിക്കാനാകാത്ത നബിദിന ഓർമ്മകളുണ്ട് ഇവിടെ. ആ കാലത്ത് പാളയത്തെ മുഹിയുദ്ദീൻ പള്ളിയിൽ റാത്തീബ് ഖാന തന്നെ ഉണ്ടായിരുന്നു. അവിടെ മൗലിദ്, റാത്തീബ്, മാലപ്പാട്ട്, ദിക്ർ ഹൽക്ക തുടങ്ങിയവയൊക്കെയും സജീവമായിരുന്നു. സുന്നികളിൽ നിന്ന് പള്ളികൾ പിടിച്ചെടുത്ത് ഇത്തരം ഷിർക്ക് ബിദ്അത്തുകളുടെ കോലങ്ങൾ അവസാനിപ്പിച്ചു എന്നാണ് മുജാഹിദുകൾ 2012 ഡിസംബർ 27 മുതൽ 30 വരെ കോഴിക്കോട്ട് നടത്തിയ മുജാഹിദ് 8ാം സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് പ്രസിദ്ധീകരിച്ച സുവനീറിൽ പറയുന്നത്. 1960 തുടക്കത്തിലാണ് മുഹിയുദ്ദീൻ പള്ളി കൈക്കലാക്കാൻ മുജാഹിദുകൾ നീക്കം ശക്തിപ്പെടുത്തിയത്. പട്ടാളപ്പള്ളിയും സുന്നികളിൽ നിന്ന് തട്ടിയെടുത്തതിൻ്റെ തന്ത്രങ്ങൾ 1992 പാലക്കാട്ട് നടന്ന മുജാഹിദ് സമ്മേളന സുവനീറിലും വിശദീകരിക്കുന്നുണ്ട്. കോഴിക്കോട് വലിയങ്ങാടിയിലെ ഖലീഫ പള്ളിയുടെ മുത്തവല്ലി സ്ഥാനം പണം കൊടുത്ത് കൈക്കലാക്കിയെന്നും മുജാഹിദുകൾ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. പട്ടാളപ്പള്ളിയിൽ നബാത്തി കുത്തുബക്ക് പകരം മലയാളത്തിലുള്ള കുത്തുബ നടത്തുകയും ജുമക്ക് ഒരു ബാങ്ക് മാത്രമാക്കുകയും നിസ്കാരശേഷമുള്ള കൂട്ടപ്രാർത്ഥന അവസാനിപ്പിച്ചതിനും പിന്നിൽ അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച 60 മുജാഹിദ് ആശയക്കാരാണെന്നും കുഞ്ഞോയി വൈദ്യർ, PS മാമു സാഹിബ് ഉൾക്കൊള്ളുന്ന പള്ളി കമ്മിറ്റിയുടെ നിർദ്ദേശം അന്നത്തെ ഖത്തീബ് മൊയ്തീൻ മൗലവിയെ കൊണ്ട് അംഗീകരിപ്പിച്ചെന്നും 1992 മുജാഹിദ് രേഖകളും വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരത്തിലാണ് ഈ 4 പള്ളികളും മുജാഹിദ് വിഭാഗം കൈക്കലാക്കിയത്. അതിനുശേഷം അതെല്ലാം മുജാഹിദ് വിഭാഗത്തിൻ്റെ ആശയ പ്രചാരണ കേന്ദ്രങ്ങളായി മാറി. 4ഉം സുന്നി പള്ളികളായിരുന്നു. waytonikah.com, the exclusive Muslim matrimonial site.